അതികഠിനമായ ചൂടുള്ള ഒരു കാലാവസ്ഥയെ നാം അതിജീവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ മഴക്കാലവും വന്നെത്തി. ഭൂമിക്കും മനുഷ്യനും ഒരുപോലെ ഒരനുഗ്രഹമാണ് മഴ. എന്നാൽ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട സമയം കൂടിയാണിത്. രോഗാണുക്കൾക്കും അവയുടെ വാഹകർക്കും പെരുകി വളരാൻ മഴക്കാലം അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കുന്നു. കനത്ത മഴയോടൊപ്പം ഉണ്ടാകുന്ന വെള്ളക്കെട്ട് സാധാരണ ജനങ്ങൾക്ക് അസൗകര്യമുണ്ടാക്കുക മാത്രമല്ല, പലതരത്തിലുള്ള ജലജന്യ രോഗങ്ങളുടെ ഭീതിയും ഉണ്ടാക്കുന്നു. മഴവെള്ളം നിറഞ്ഞ് ഒഴുകുമ്പോൾ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിൽ ഇഴജന്തുക്കളോ മറ്റ് ജീവികളോ അഭയം പ്രാപിച്ചാൽ അത് നമ്മൾക്കും പരിസരവാസികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കൂടാതെ ഈ രൂപപ്പെടുന്ന വെള്ളക്കെട്ടുകൾ കൊതുകുകളുടെ പ്രജനന കേന്ദ്രമായി മാറി ആ പ്രദേശത്തുള്ള വീടുകളിൽ രോഗവ്യാപനത്തിന് സാധ്യത കൂട്ടുന്നു. തണുത്തതും തുറന്നു വച്ചതും പഴകിയതും മലിനമായതും ആയ ഭക്ഷണങ്ങൾ മഴക്കാല രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കനത്ത മഴ, ശക്തമായ കാറ്റ്, ഈർപ്പമുള്ള കാലാവസ്ഥ ഇവയുടെ സംയോജനം പകർച്ചവ്യാധികളുടെ വ്യാപനത്തിന്റെ തോത് കൂട്ടുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ മഴക്കാല രോഗങ്ങളെപ്പറ്റിയും അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളെപ്പറ്റിയും നമുക്ക് കേൾക്കാം. ഈ വിഷയത്തെപ്പറ്റി ഇരവിപുരം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ഷെർവിൻ ഷെരീഫ് സംസാരിക്കുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ ഷെർവിൻ ഷെരീഫ്, ഇരവിപുരം PHCയിലെ മെഡിക്കൽ ഓഫീസറാണ്. മഴക്കാല രോഗങ്ങളെ പൊതുവെ 3ആയി തരംതിരിക്കാം. ജലജന്യ രോഗങ്ങൾ, ജീവികൾ പരത്തുന്നവ, വായുവിൽ കൂടി പകരുന്നവ. മലിനമാക്കപ്പെട്ട കുടിവെള്ളവും ഭക്ഷണവും ഉപയോഗിക്കുന്നതിൽ കൂടെയാണ് മിക്ക ജലജന്യ രോഗങ്ങളും പടർന്നു പിടിക്കുന്നത്. പ്രധാനമായും നാം കാണുന്ന ജലജന്യ രോഗങ്ങൾ വയറിളക്കം, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ തുടങ്ങിയവയാണ്. ജീവികൾ പകർത്തുന്ന പകർച്ചപ്പനികളിൽ 4 പ്രധാനം. എലികളിലൂടെ പകരുന്ന എലിപ്പനി, മറ്റ് കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മലമ്പനി അഥവാ മലേറിയ. ഇതുകൂടാതെ തന്നെ മന്ത്, വെസ്റ്റ് നൈൽ ഫീവർ ഇങ്ങനെയുള്ള പനികളും കൊതുകുകളിലൂടെ പടരുന്നുണ്ട്. വായുവിലൂടെ പടരുന്ന പകർച്ചപ്പനി അഥവാ വൈറൽ ഫീവർ ആണ് സാധാരണമായി മഴക്കാലങ്ങളിൽ ഉണ്ടാവാറുള്ളത്. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ നാം പാലിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയാണ്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. പച്ചവെള്ളം ചേർത്ത് തിളച്ച വെള്ളത്തിനൊപ്പം കുടിക്കാതിരിക്കുക. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ തയ്യാറാക്കിയതോ തുറന്നു വെച്ചതോ ആയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കരുത്. പഴകിയ ആഹാരം കഴിക്കാൻ ഒരു കാരണവശാലും ഇടവരരുത്. ഭക്ഷണവും കുടിവെള്ളവും നന്നായി അടച്ചു വയ്ക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശുചിമുറിയിൽ പോയതിന് ശേഷവും കൈകൾ നിർബന്ധമായും സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ നാം ഏവരും ശ്രദ്ധിക്കണം. പഴങ്ങളും പച്ചക്കറികളും ശുദ്ധജലത്തിൽ നന്നായി ഉരച്ച് കഴുകിയ ശേഷം മാത്രം കഴിക്കുക. പച്ചക്കറികൾ തൊലി കളയാതെ കഴിവതും പച്ചയ്ക്ക് കഴിക്കാതിരിക്കുക. പരിസര ശുചിത്വവും അതുപോലെ തന്നെ വ്യക്തി ശുചിത്വവും പാലിക്കാൻ നാം ഏവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മലമൂത്ര വിസർജനം ശുചിമുറിയിൽ മാത്രം നടത്തുക. കുഞ്ഞുങ്ങളുടെയും വിസർജ്യം ശുചിമുറിയിൽ തന്നെ ഇടുകയും ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുകയും ചെയ്യുക. കിണറുകൾ, ടാങ്കുകൾ എന്നിവിടങ്ങളിൽ നാം സംഭരിച്ചു വയ്ക്കുന്ന വെള്ളം കൃത്യമായ ഇടവേളകളിൽ ക്ലോറിനേഷൻ നടത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. ഇനി വയറിളക്കം ഉണ്ടായാൽ ഉടൻ തന്നെ നാം ORS ലായനി കുടിക്കാൻ ശ്രദ്ധിക്കുക. ഒപ്പം ഡോക്ടറെ കണ്ട് ചികിത്സ എടുക്കുകയും നിർദ്ദേശാനുസരണം സിങ്ക് ഗുളിക കഴിക്കുകയും ചെയ്യുക. മാലിന്യങ്ങൾ വലിച്ചെറിയാതെ തരം തിരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കാൻ നാം ഏവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും മൂക്കും വായും തൂവാല ഉപയോഗിച്ച് മൂടാൻ നാം പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. പിന്നെ മറ്റ് മൈതാനങ്ങളിലും വെള്ളക്കെട്ടിലും നനവുള്ള മണ്ണിലും കുട്ടികളെ കളിക്കാൻ അനുവദിക്കരുത്. നായ, എലി, കന്നുകാലികൾ എന്നിവയുടെ മൂത്രം കലരാൻ ഇടയുള്ളതിനാൽ എലിപ്പനി ഉണ്ടാവാൻ ഇത് കാരണമാകും. അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങൾ കൂടുതലായി ഉണ്ടാവാനുള്ള ഒരു പ്രവണത അല്ലെങ്കിൽ വളർത്താനുള്ള ഒരു പ്രവണത ഇക്കാലത്തുണ്ട്. അപ്പോൾ കുട്ടികളും മറ്റുള്ളവരും ഇവയുമായി അടുത്ത് ഇടപഴകുമ്പോൾ ഇവയിൽ നിന്നും നമുക്ക് എലിപ്പനി മറ്റും കിട്ടാം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മലിനമായ മണ്ണിലും വെള്ളത്തിലും ജോലി ചെയ്യുന്നവർ ആഴ്ചയിലൊരിക്കൽ 200 മില്ലി ഡോക്സിസൈക്ലിൻ ഗുളിക ആരോഗ്യപ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം കഴിക്കുക. ജോലി ചെയ്യുമ്പോഴും മറ്റും കയ്യുറകളും കാലുറകളും ഉപയോഗിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് തൊഴിലുറപ്പ് പദ്ധതി ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ ഇക്കാര്യം ശ്രദ്ധ കൂടുതൽ ചെലുത്തേണ്ടതുണ്ട്. കാലിൽ മുറിവും മറ്റുമുള്ളവർ മലിനമായ മണ്ണും വെള്ളവുമായുള്ള സമ്പർക്കം കഴിവതും ഉപേക്ഷിക്കുക.
കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ എലിപ്പനിയുടെ രോഗാണുക്കൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് നാം കന്നുകാലികളെ കുളിപ്പിക്കുകയോ അല്ലെങ്കിൽ വാഹനങ്ങൾ കഴുകുകയോ മറ്റോ ചെയ്യരുത്. കൈകാലും മുഖവും ഇത്തരം വെള്ളത്തിൽ കഴുകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കൊതുകുകളുടെ ഉറവിട നശീകരണം. കൊതുകുകൾ പെരുകാനുള്ള ഉറവിടം എന്ന് പറയുന്നത് വീടിന് പുറത്ത് ചിരട്ട, ടയറ്, കുപ്പി, ഉപേക്ഷിക്കപ്പെട്ട പാത്രങ്ങൾ, ടിന്നുകൾ, പ്ലാസ്റ്റിക് കവറുകൾ, ചെടിച്ചട്ടിയും അതിന് ചുവടെ വയ്ക്കുന്ന ട്രേകൾ പോലും കൊതുകുകൾ പെരുകുന്നതിന് കാരണമാകാം. അതുപോലെ മൂടി വയ്ക്കാത്ത വാട്ടർ ടാങ്ക്, ഫിഷ് ടാങ്ക്, പിന്നെ സൺഷെയ്ഡ് ഇവയൊക്കെ കൊതുകുകൾ പെരുകുന്നതിനുള്ള ഒരു ഉറവിടമാണ്. വീടിനകത്ത് കാണുന്ന ഫ്രിഡ്ജിന് പുറകിലുള്ള ട്രേ, എയർ കൂളർ, അക്വേറിയം, മൂടി വയ്ക്കാത്ത അക്വേറിയമുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ക്ലോസറ്റ് തുറന്നു വയ്ക്കാതിരിക്കുക, അതിലൊക്കെ കൊതുകുകൾ പെരുകാൻ ഇടയുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ്, പ്രത്യേകിച്ചും മണി പ്ലാന്റും മറ്റും വളർത്തുന്ന ഗ്ലാസുകൾ അല്ലെങ്കിൽ പാത്രങ്ങൾ നാം സമയാസമയങ്ങളിൽ അവയിൽ വെള്ളം മാറ്റേണ്ടത് നിർബന്ധമാണ്. അങ്ങനെ കൊതുകുകളുടെ ഉറവിട നശീകരണത്തിനായി ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കേണ്ടതുണ്ട്. സ്കൂളുകളിൽ അത് വെള്ളിയാഴ്ചകളിലും, സ്ഥാപനങ്ങളിൽ ശനിയാഴ്ചകളിലും, നമ്മുടെ വീടുകളിൽ അത് ഞായറാഴ്ചയും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പനി, ജലദോഷം, ശരീരവേദന തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ സ്വയം ചികിത്സ നടത്താതെ, രോഗനിർണയം നടത്താതെ മരുന്ന് കഴിക്കുന്നത് രോഗം ഗുരുതരമാക്കുന്നതിനും മരണകാരണം ആകുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിച്ച് മുന്നോട്ട് പോകുക. മഴക്കാല രോഗങ്ങളെ നമുക്ക് ഒന്നായി പ്രതിരോധിക്കാം. നന്ദി. ആരോഗ്യവകുപ്പിൽ 26 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ളതും കൊല്ലം ജില്ലയിലെ വിവിധ ഹെൽത്ത് സെൻ്ററുകളിൽ പ്രവർത്തിച്ചിട്ടുള്ളതും ഇപ്പോൾ ഇരവിപുരം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ PHNുമായ ശ്രീമതി ബ്രണ്ട മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ നൽകുന്ന ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് കേൾക്കാം. ഞാൻ ഇരവിപുരം PHCയിൽ വർക്ക് ചെയ്യുന്ന PHNായ ബ്രിൻഡയാണ്. മഴക്കാലത്തുണ്ടാകുന്ന പകർച്ചവ്യാധികൾ പ്രതിരോധിക്കാനുള്ള കുറച്ച് ടിപ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. തീരപ്രദേശത്ത് പ്രീ മൺസൂണിനോടനുബന്ധിച്ച് ഡെങ്കുപ്പനി വളരെയേറെ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. തീരദേശത്തെ പ്രത്യേകത ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. തീരദേശത്ത് ഉപയോഗശൂന്യമായ ബോട്ടുകളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതും ശരിയായ രീതിയിലുള്ള മാലിന്യ സംസ്കരണത്തിൻ്റെ കുറവും, തുറസായ സ്ഥലങ്ങളിൽ വേസ്റ്റുകൾ വലിച്ചെറിഞ്ഞ് മാലിന്യ കൂമ്പാരമുണ്ടാകുമ്പോൾ അവിടെ എലിയുടെ ശല്യവും പട്ടിയുടെ ശല്യവും കൊതുകുകൾ വളരെയേറെ വർദ്ധിക്കുന്നതിനും സാഹചര്യം ഒരുക്കുന്നു. രാത്രികാലങ്ങളിൽ തീരദേശത്ത് തുറസായ സ്ഥലങ്ങളിൽ കിടന്നുറങ്ങുന്നത് മൂലം ഒരാൾക്ക് ഡെങ്കു ഫീവർ വന്നാൽ അത് വളരെ പെട്ടെന്ന് മറ്റുള്ളവർക്ക് പകരാനുള്ള സാഹചര്യമുണ്ട്. രോഗം കൺഫേം ചെയ്യുന്നതിന് മുൻപും ഈ കടൽപ്പുറത്ത് കിടന്നുറങ്ങുമ്പോൾ രോഗിയെ കുത്തുന്ന കൊതുക് അതിനടുത്ത് കിടക്കുന്ന പലരെയും കുത്താനുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് തന്നെ രോഗം സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കൊതുകിൻ്റെ പ്രജനനം അഥവാ വർധനവ് തടയുന്നതിന് വേണ്ടി കൊതുക് മുട്ടയിടാനുള്ള സാഹചര്യം ഒഴിവാക്കുക. അതിനുവേണ്ടി നമുക്ക് കുറേയേറെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. വേസ്റ്റ് ഉണ്ടാക്കുന്നതും നമ്മൾ, അത് വലിച്ചെറിയുന്നതും നമ്മൾ തന്നെയാണ്. നമ്മുടെ പരിസരം വൃത്തിയാക്കുന്നതിനോടൊപ്പം മറ്റ് പരിസരം വൃത്തികേടാക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല പരിസര ശുചിത്വം, നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. നമ്മൾ പരിസര പ്രദേശങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞിട്ട് സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ വന്ന് വൃത്തിയാക്കുന്നത് നോക്കിയിരുന്നാൽ രോഗം മൂലം നമുക്കാണ് മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. അതിനാൽ നമ്മൾ പരിസരവും പൊതുസ്ഥലങ്ങളും വൃത്തിയാക്കുന്നതിൽ വളരെ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറയാം. പ്ലാസ്റ്റിക് കവർ, പൊട്ടിയ കളിപ്പാട്ടങ്ങൾ, ചിരട്ട, മുട്ടത്തോട്, തൊണ്ട്, ചെറിയ കണ്ടെയ്നറുകൾ, കുപ്പികളുടെ അടപ്പുകൾ മുതലായവ വീട്ടിൻ്റെ പുറത്തേക്ക് വലിച്ചെറിയാതിരിക്കുക. വീട്ടിനുള്ളിലെ അലങ്കാര ചെടികളുടെ വെള്ളം ആഴ്ചകളിൽ മാറ്റുക, അല്ലെങ്കിൽ അതിനുള്ളിൽ ഗപ്പി മത്സ്യത്തെ വളർത്തുക. ഫ്രിഡ്ജിൻ്റെ വേസ്റ്റ് വെള്ളം കൃത്യമായി മാറ്റുക. വീടിൻ്റെ ടെറസുകളിൽ കെട്ടിനിൽക്കുന്ന വെള്ളം നിർമ്മാർജ്ജനം ചെയ്യുക. വീടുകളിൽ കെട്ടിനിൽക്കുന്ന വേസ്റ്റ് വെള്ളം ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വീട്ടിലെ ഉപയോഗശേഷം അധികം വരുന്ന ഓയിൽ അല്പം അതിൽ ഒഴിക്കുക. കിണറുകൾ കൃത്യമായി ക്ലോറിനേഷൻ നടത്തുക.
തീരദേശങ്ങളിൽ ഉപയോഗശൂന്യമായ കണ്ടെയ്നറുകളും ബോട്ടുകളും വെള്ളം കെട്ടി നിൽക്കാതെ കമഴ്ത്തിയിടുക. ഉറങ്ങുമ്പോൾ കൈയിറക്കമുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. കൊതുകുവല ഉപയോഗിച്ച് ഉറങ്ങുക, പ്രത്യേകിച്ച് ഡെങ്കിപ്പനി വന്ന രോഗികൾ. പൊതുവെ എല്ലാവരും കൊതുക് കടി കിട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. എല്ലാ ഞായറാഴ്ചയും ഡ്രൈ ഡേ ആചരിക്കുക. ഞായറാഴ്ചകളിൽ വെള്ളം സംഭരിക്കുന്ന എല്ലാ കണ്ടെയ്നറുകളും വെള്ളം മാറ്റി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം വീണ്ടും ഉപയോഗിക്കുക. സോഴ്സ് ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ കണ്ടെയ്നറുകളും നശിപ്പിക്കുക. എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഞാൻ തെക്കുംഭാഗം CHSയിൽ ജോലി ചെയ്യുന്ന കാലയളവിൽ അവിടെ നിലവിൽ ഡെങ്കു ഫീവർ ഒന്നും ഇല്ലായിരുന്നു. ആ സമയത്താണ് 13-ാം വാർഡിൽ ഒരു പയ്യൻ ചെന്നൈയിൽ നിന്ന് ഡെങ്കു ഫീവറായി വരുന്നത്. ആ ഏരിയയിൽ നല്ല രീതിയിൽ സോഴ്സേഷൻ വർക്ക് നടക്കുന്ന സമയം. ഏരിയയൊക്കെ ഏകദേശം ക്ലീനാണ്. ഡെങ്കു ഫീവർ വന്ന രോഗിയുടെ 3 വീട് കഴിഞ്ഞുള്ള വീട്ടിൽ പോയപ്പോൾ വീടും പരിസരവും നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഒരു മതിലിൻ്റെ മൂലയിൽ ഒരു പൊട്ടിയ ഗ്ലാസും അതിൽ കുറച്ച് വെള്ളവും കൂത്താടിയും ചുറ്റും കൊതുകും പറക്കുന്നുണ്ട്. ഇത് കണ്ടയുടൻ ആ വീട്ടിലെ ചേച്ചിയെ വിളിച്ച് അത് ഡിസ്പോസ് ചെയ്യിക്കുകയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പനി വരാൻ സാധ്യതയുണ്ട്, വന്നാൽ ഹോസ്പിറ്റലിൽ തന്നെ പോയി ചികിത്സിക്കണം, സ്വയം ചികിത്സ പാടില്ല എന്ന് പറഞ്ഞു. 5 ദിവസം കഴിഞ്ഞപ്പോൾ അറിയുന്നു ആ ചേച്ചിക്ക് ഡെങ്കു ഫീവർ ആണെന്ന്. രോഗം കൃത്യസമയത്ത് കണ്ടുപിടിക്കുകയും ട്രീറ്റ്മെൻറ്റ് കൃത്യമായി എടുത്തതും മൂലം രോഗം സുഖപ്പെട്ടു. ചെറിയ ശ്രദ്ധയില്ലായ്മയാണ് രോഗത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടും പരിസരവും നമ്മുടെ ആരോഗ്യ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ സുസ്ഥിതി നിലനിർത്തുവാൻ സാധിക്കും. വീടുകളിലെ വേസ്റ്റുകൾ പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയുന്നത് മൂലം മാലിന്യ കൂമ്പാരങ്ങളിൽ എലിശല്യം വർദ്ധിക്കുന്നു. ചില കിണറുകളുടെ ഉൾവശം പ്ലാസ്റ്റർ ചെയ്യാത്തത് മൂലം അതിൻ്റെ ചെറിയ കുഴികളിൽ എലികൾ വസിക്കുകയും അതിൻ്റെ മൂത്രം വെള്ളത്തിൽ കലരാൻ സാധ്യതയുണ്ട്. അതുപോലെ വാളില്ലാത്ത കിണറുകളിൽ ഒഴുകുന്ന മലിനജലം ഇറങ്ങാനും സാധ്യതയുണ്ട്. കിണറുകൾ കൃത്യസമയങ്ങളിൽ വൃത്തിയാക്കുകയും പ്ലാസ്റ്റർ ചെയ്യുകയും വാൾ നിർമ്മിച്ച് മലിനജലം കയറുന്നത് തടയുകയും കൃത്യസമയത്ത് ക്ലോറിനേഷൻ നടത്തുകയും ചെയ്യുക. ഇല്ലെങ്കിൽ ഈ ജലം ഉപയോഗിക്കുന്നവർക്ക് എലിപ്പനി വരാൻ സാധ്യതയുണ്ട്. വയലുകൾ, കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ പണിയെടുക്കുന്നവർ, മാലിന്യ നിർമ്മാർജ്ജന മേഖലയിൽ ജോലി ചെയ്യുന്നവർ, ഓടകൾ വൃത്തിയാക്കുന്നവർ കാലുറകൾ, കയ്യുറകൾ ഉപയോഗിക്കുക. കൂടാതെ എലിപ്പനി വരാതിരിക്കുന്നതിന് പ്രൊഫിലാക്സിസായി ഡോക്സിസൈക്ലിൻ ഗുളികകൾ ലഭിക്കുന്നതിന് PHCയുമായി ബന്ധപ്പെടുക. അത് വാങ്ങി കൃത്യമായി കഴിക്കുക. പനി വന്നാൽ സ്വയം ചികിത്സിക്കാതെ വൈദ്യസഹായം തേടുക. അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണമാണ് രോഗങ്ങൾ ഉണ്ടാകാൻ ഒരു പ്രധാന കാരണം. ദിവസേന ഉണ്ടാകുന്ന മാലിന്യം ശരിയായ രീതിയിൽ സംസ്കരിച്ചില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, ജലമലിനീകരണം, ദുർഗന്ധം എന്നിവ ഉണ്ടാകാം. ഈ സാഹചര്യത്തിൽ മാലിന്യ സംസ്കരണത്തിന് പ്രസക്തിയേറുന്നു. മഴക്കാലത്ത് വീടുകളിലെ മാലിന്യം ഉറവിടത്തിൽ തന്നെ വേർതിരിക്കാനും ജൈവ മാലിന്യങ്ങൾക്കായി കമ്പോസ്റ്റിംഗ് രീതികൾ സ്വീകരിക്കാനും നാം തയ്യാറാകണം. എല്ലാവർക്കും നടപ്പിലാക്കാൻ പറ്റുന്ന വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് വിശദീകരിക്കുന്നു. വീട്ടിലുണ്ടാകുന്ന ഫുഡ് വേസ്റ്റുകൾ, പ്ലാസ്റ്റിക്കുകൾ, പേപ്പറുകൾ എന്നിവ തരംതിരിച്ച് മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യാവുന്നതാണ്. കോർപ്പറേഷനുകളിൽ നിന്നും 180 രൂപ നൽകി വാങ്ങിയ കിച്ചൺ ബിന്നുകൾ മിക്ക വീടുകളിലും ഉപയോഗിക്കാതെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മുട്ടത്തോട്, ഉള്ളിത്തൊലി ഒഴിച്ചുള്ള ഫുഡ് വേസ്റ്റുകൾ ഈർപ്പമില്ലാത്ത രീതിയിൽ ഈ ബിന്നുകളിൽ നിക്ഷേപിക്കുകയും വേസ്റ്റിൻ്റെ പുറത്ത് കുറച്ച് ഇനാക്കുലിൻ നിക്ഷേപിക്കുകയും വീണ്ടും വേസ്റ്റ്, വീണ്ടും ഇനാക്കുലിൻ എന്ന രീതിയിൽ ബക്കറ്റ് ഫില്ലായതിനു ശേഷം അടുത്ത ബക്കറ്റ് ഇതുപോലെ ഉപയോഗിക്കുക. ഫില്ലായ ബക്കറ്റിലെ വേസ്റ്റ് കുറച്ച് നാളുകൾക്ക് ശേഷം വളമായി മാറും. ഇത് അടുക്കളത്തോട്ടത്തിൽ ഉപയോഗിക്കുവാൻ സാധിക്കും. വേസ്റ്റിൻ്റെ ഈർപ്പം ഇല്ലാതാക്കുന്നതിന് 2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ എടുക്കുക. അതിൻ്റെ അടപ്പ് മാറ്റിയതിന് ശേഷം കുപ്പിയുടെ അടിഭാഗം 5 സെൻറ്റിമീറ്റർ താഴ്ത്തി 4/3 ഭാഗം മുറിക്കുക. തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന രീതിയിലായിരിക്കണം. ആ കുപ്പി ഏതെങ്കിലും ചെടിച്ചട്ടിയുടെ അകത്തോ ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ കഴുത്തുഭാഗം താഴെ വരത്തക്ക വിധത്തിൽ കുത്തി നിർത്തുക. ആ കുപ്പിയിൽ ഫുഡ് വേസ്റ്റ് നിക്ഷേപിക്കുമ്പോൾ വെള്ളം കംപ്ലീറ്റ് ഇല്ലാതാക്കാൻ സാധിക്കും. അതിൽ ഊറിയ വെള്ളം ചെടിക്ക് വളമായി ഉപയോഗിക്കാനും പറ്റും.
വേസ്റ്റ് വെള്ളം പോകുന്നതിന് ടാങ്ക് കെട്ടാൻ സ്ഥലമില്ലാത്ത സാഹചര്യത്തിൽ വേസ്റ്റ് വെള്ളം ഒഴുകാനും കെട്ടി നിൽക്കാനും അനുവദിക്കാതെ വെള്ളം വീഴുന്ന സ്ഥലത്ത് 1 മീറ്റർ ആഴത്തിലും 1 മീറ്റർ വീതിയിലും ഒരു കുഴി കുഴിച്ച് ചുറ്റും ചുടുകട്ട വെച്ചിട്ട് അതിനുള്ളിൽ കുറച്ച് ചെറിയ കല്ലുകളും പൊട്ടിയ ഓടുകൾ, കുറച്ച് വലിയ കല്ലുകൾ എന്നിവ 10 സെൻറ്റിമീറ്റർ കനത്തിൽ നിക്ഷേപിച്ചതിന് ശേഷം കുഴിയുടെ പുറത്തായി ഒരു ചണച്ചാക്ക് ഇടുക. വേസ്റ്റ് വെള്ളം ചണച്ചാക്കിൻ്റെ പുറത്ത് വീണ് അരിച്ച് താഴെ പോകുമ്പോൾ മണ്ണിൽ പറ്റിപ്പോവുകയും ചെയ്യും. 2 ദിവസം കൂടുമ്പോൾ ഈ ചാക്ക് വെയിലത്തുണക്കി പൊടി തട്ടിക്കളഞ്ഞാൽ മതിയാകും. ഇല്ലെങ്കിൽ ഈ വേസ്റ്റ് വെള്ളം കെട്ടിക്കിടന്ന് കുഴമ്പ് രൂപത്തിലായി താഴ്ന്നു പോകാതെ ദുർഗന്ധം ഉണ്ടാകും. പ്ലാസ്റ്റിക് കവറുകളും പൊട്ടിയ ചില്ലുകളും പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളും ഉപയോഗശൂന്യമായ ചെരുപ്പുകളും ഹരിതകർമ്മസേനയ്ക്ക് നൽകുക. പേപ്പറുകൾ പ്രത്യേകം ശേഖരിച്ച് കത്തിച്ച് മാറ്റുക. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ വീടുകളിൽ മാലിന്യ സംസ്കരണം നടത്താവുന്നതാണ്. അതിന് ഓരോരുത്തരും ശ്രമിക്കണമെന്ന് മാത്രം. ജനസംഖ്യാ വർധനവ്, അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം, പരിസര ശുചിത്വമില്ലായ്മ എന്നിവയൊക്കെയാണ് മഴക്കാലത്ത് രോഗങ്ങൾ കൂടാൻ കാരണം. മാലിന്യങ്ങൾ റോഡരികിലും പൊതുസ്ഥലങ്ങളിലും വലിച്ചെറിയുന്ന ശീലങ്ങൾ നാം മാറ്റിയേ തീരൂ. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യാൻ ഓരോ വ്യക്തിക്കും കടമയുണ്ടെന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിനോടൊപ്പം പൊതുസ്ഥലങ്ങളിലും ഈ നിയമം പാലിക്കണം. ജനസംഖ്യ കൂടുതലായി വരുന്ന പ്രദേശങ്ങളിൽ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും കുറയുന്നതാണ് പലപ്പോഴും അസുഖങ്ങൾ വരുന്നതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. അതിനാൽ ആ പ്രദേശങ്ങളിലെ മുതിർന്നവരും കുട്ടികളും ഒരുപോലെ സൂക്ഷിക്കേണ്ട കാലം കൂടിയാണിത്. നമ്മൾക്കുള്ള ശീലങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയും അല്പം ജാഗ്രതയും പുലർത്തിയാൽ വലിയൊരു ഭാഗം മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും. രോഗം പിടിപെട്ടാൽ സ്വയം ചികിത്സിക്കാതെ കൃത്യമായ വൈദ്യസഹായം തേടണം. ചികിത്സയേക്കാൾ പ്രതിരോധമാണ് നല്ലത് എന്ന പഴഞ്ചൊല്ല് നടപ്പിലാക്കാനുള്ള ഏറ്റവും നല്ല സമയമാണ് മഴക്കാലം. ആരോഗ്യവും ശുചിത്വവും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും കൃത്യമായി പാലിച്ചാൽ മാത്രമേ നമുക്ക് ആരോഗ്യകരമായ വ്യക്തിയായി ജീവിക്കാനും ആരോഗ്യകരമായ സമൂഹം നിലനിർത്താനും സാധിക്കുകയുള്ളൂ.